ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചായിരുന്നു. അപ്പോൾ ഗായ്സ് നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. സെറ്റപ്പ് വണ്ടികളാട്ടോ. അപ്പോൾ നിങ്ങൾ ലൈക്ക് ഷെയറും സബ്മിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നമ്മളപ്പോൾ റിപ്പയർ ഷോപ്പിൽ അവിടെ ഞാൻ പോയി ചോദിച്ചോടി വണ്ടി റിപ്പയർ ആവുമെന്ന് ചോദിച്ചു. സാർ, ഇന്ന വണ്ടി സ്റ്റാർട്ടാണ്, പക്ഷെ വണ്ടി ഓടുന്നില്ല. എന്താ പ്രശ്നം എന്നറിയില്ല. ഞാൻ ഈ വണ്ടി ടോട്ടക്കിലാണ് ഇങ്ങോട്ട് സാർ കൊണ്ടുവന്നത്. എന്താണ് പ്രശ്നം വന്ന് നോക്കാമോ? വണ്ടി എവിടെയാണ് ഉള്ളത്? വണ്ടി അവിടെയാണ് സാർ കിടക്കുന്നത്. വണ്ടി ഇങ്ങോട്ട് വന്നില്ല, അതാണ്. ഞാൻ വണ്ടിന്റെ ബോണറ്റ് ഒന്ന് തുറന്നിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്താന്ന് സാറിന് നോക്കിയിട്ട് പറയൂ. ഇത് നല്ല പണിയുണ്ടല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് തന്നാ മതിയോ? ക്യാഷ് എത്ര ആവും? ക്യാഷ് ഒരു 2000 ആവും. 2000 ആവും. ഓ, എന്താണ് എഞ്ചിൻ പണിയാണോ സാർ? എഞ്ചിൻ പണിയാ കിട്ടിയത്? ഇത് മൊത്തത്തിലൊന്ന് ശരിയാക്കണം. അപ്പൊ സാർ, നമുക്ക് ഈ വണ്ടി എടുത്ത് അകത്ത് വെച്ചല്ലോ. നമുക്ക് പുറകുന്നുണ്ടാ. നമ്മൾ ഇത് അകത്ത് വെച്ചിട്ട് കാണാം. വണ്ടി കിട്ടാൻ എന്തായാലും ഒരു മാസം ഉണ്ടാവും. ഒരു മാസം ഉണ്ടാവില്ലേ? അപ്പൊ എന്റെ നിങ്ങളല്ലേ പറഞ്ഞ എന്റെ ഒരു LC അവിടെ കിടക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്റെ റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ട്? ഓ, അപ്പൊ ഞാൻ ആ LC എടുത്ത് പോവാണ്. നിങ്ങൾ ഇത് വർക്ക് ചെയ്യണേ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. എന്നാ ബ്രോ, കീ പിടിച്ചു. അപ്പൊ നമുക്ക് ആ വണ്ടിനകത്ത് കേറിയിട്ട് പോവാട്ടോ. നമ്മളെ ഐലാൻഡിൽ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്. അപ്പൊ ആ കൂട്ടുകാരനെ പിക്ക് ചെയ്തിട്ട് ഈ വണ്ടി നമ്മളെ ഇവരെ ഇതാക്കണം. ഇതിന്റെ ഒരു കൂട്ടുകാരുണ്ട് അവിടെ. അപ്പൊ അവരെ വിളിച്ചിട്ട് നമുക്കൊരു സിറ്റി ടൂർ ഒക്കെ പോയിട്ട് അവിടെ ചില്ലടിച്ചിട്ട് വരാട്ടോ. അതാണ് ഞാൻ ആലോചിച്ചത്. ഓക്കെ ഗൈസ്, നമുക്കിതാ പോവാട്ടോ. വണ്ടിയൊക്കെ വർഷാപ്പിൽ കൊടുത്തിട്ട് ഞാനിപ്പോ എന്റെ ആ LCD അപ്പൊ പൊക്കോണ്ടിരിക്കട്ടെ. ഐലാൻഡിന്റെ ഒരു കൂട്ടുകാരൻ അവിടെ നിൽക്കാ, നീ വായു നമുക്കൊന്ന് സിറ്റി ടൂർ വരെ വെറുതെ പോയിച്ചിടാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അവിടെ ഒരു വർഷാപ്പ് ഇപ്പോ ഐലാൻഡ് അപ്പൊ ഗൈസ്, നമുക്കിത് ഐലാൻഡ് എത്തിയിട്ട് കാണാട്ടോ. ശരി. വീടൊക്കെ ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. ഈ ഒരു പച്ച കളർ വീട് കേട്ടോ. ഒരു പച്ച കളറും കണ്ടു. ഇതന്നെ ആ വണ്ടിയിലൊരു സെറ്റ് വീട് കിട്ടും. അവന്റെ വണ്ടിയുടെ ഇവിടെ തന്നെ എടുത്തേക്കാം. അപ്പൊ ഞാൻ അവന്റെ വീട്ടിലെ ഡോറിച്ച് വന്നിട്ടെ കോണിബിലൊന്നും അടിച്ചോട്ടോ. അവൻ എന്താ വരും നോക്കട്ടെ കേട്ടോ. അവന്റെ അല്ലെങ്കിൽ ഡോറിച്ച് നോക്കട്ടെ. ചെലപ്പോ ഇറങ്ങി വരുന്നുണ്ടാവും. ഇറങ്ങി വന്നാ മതിയായിരുന്നു. അല്ലെങ്കിൽ ഇത്ര ദൂരം വന്ന് ഞാൻ വെറുതാവല്ലോ. നീ ഇവിടെ ഉണ്ടാ? വീട്ടിലുണ്ടാ? ഹലോ, നീ എവിടെ? നീ പുറകെതാണ് എനിക്ക് പരിപാടി. നമുക്ക് ചില്ലടിക്കണ്ടേ? നീ ഇന്നലെ പറഞ്ഞ കാര്യല്ലേ? എടാ, അതല്ലടാ, നീ നമുക്കേ സിറ്റി ടൂ പോണോ അതോ ട്രോഫി പോണോ?
ഏതിലെങ്കിലും പോവാം. ട്രോപ്പിക് പോലെ ട്രോപ്പിക്കിലേക്ക് ഒരു റിസോർട്ട് പറയാം. അപ്പൊ നമുക്ക് അവിടെ ചെന്ന് ചില്ല് കളിയാലോ. ഓക്കെ. അപ്പൊ ഗായ്സ് നമുക്കിത് ട്രോപ്പിക്കിലെത്തി കാണാട്ടാ. പക്ഷെ ഇവിടുന്ന് പെട്രോളൊക്കെ അടിക്കണം. പെട്രോളൊക്കെ അടിച്ചിട്ട് വേണം പോവാൻ. വണ്ടിനകത്ത് തീരെ പെട്രോളാ. അപ്പൊ പെട്രോളൊക്കെ അടിച്ചിട്ട് ട്രോപ്പിക്ക് എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഓക്കെ. എന്താ അറിയില്ല കേട്ടോ. കടന്നുറങ്ങിണ്ടാവും ചിലപ്പോ. ക്ഷീണുണ്ടാവല്ലോ. അപ്പോ ഇവിടെ ഒരു റിസോർട്ട് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് പോയിട്ട് ഇവിടെ ചില്ലൊക്കെ അടിക്കും. അപ്പൊ റിസോർട്ട് എടുത്തിട്ട് വൈൻഡപ്പ് ആക്കാന്ന് വിചാരിച്ചിരിക്കട്ടെ ഞാൻ. ഇതീ കൂടെ പോവാല്ലേ. വെറുതെ അതീ കൂടെ ചുറ്റിക്കറങ്ങി വരട്ട. ഹലോ, കടന്നുറങ്ങിയോ? ഇല്ല ഇല്ല. ആ പിന്നെ എന്താ മിണ്ടായിരുന്നത് കുറെ നേരമായിട്ട്? വണ്ടി ഓടിക്കണ്ടേ, അതുകൊണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് റിസോർട്ട് ബുക്ക് ചെയ്തത് ഈ റിസോർട്ടാട്ടാ. ഇവിടെ പാർക്കിംഗ് ഇല്ലേന്നാവോ? കുഴപ്പമില്ല, നമുക്ക് വണ്ടി അല്ലെങ്കിൽ ഈ റിസോർട്ടിൽ നിൽക്കണ്ടാ. വേറെ റിസോർട്ടിൽ പോയി നിൽക്കാം. നമുക്ക് ഇവിടെ നിൽക്കാം. ഒന്നുമില്ല. ഇവരത്തെ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞുവിടാ അപ്പുറത്ത് എന്തെങ്കിലും ബുക്ക് ചെയ്ത് പറയാം. എടാ അങ്ങനെ ഐഡിയ. അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താൽ മതിയോ? വണ്ടി ഇവിടെ കൊണ്ട് നിർത്തണം. എടാ ഇറങ്ങിക്കോടാ. നീ ഇറങ്ങണില്ലേ? റിസോർട്ട് എത്തി. നീ എപ്പോഴാണ് പുറകെ കയറിപ്പോയത്? ഞാൻ കണ്ടില്ലല്ലേ. ഞാൻ ഉറങ്ങിപ്പോയത്. അപ്പൊ ഗൈസ് നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കാണ്. നമ്മളെ വണ്ടി കിട്ടുമ്പോ വണ്ടി കിട്ടുമ്പോ വീഡിയോ എടുക്കാട്ടാ. സെക്കൻഡ് പാർട്ടായിട്ട് നമ്മള് വരാം. വണ്ടി എന്നാ കിട്ടാന്നറിയില്ല. 1 മാസം എന്നൊക്കെ അയാൾ പറഞ്ഞത്. എന്നാ കിട്ടാന്നൊന്നും അറിയില്ല. കിട്ടിക്കാൻ അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാട്ടാ. വണ്ടി എടുക്കാൻ പോണതിന്റെ ഒക്കെ അയാൾക്ക് ഞാൻ ഫോൺ വിളിച്ച് പറയും. പെയിന്റ് ഒക്കെ കിറ്റ് ഒക്കെ കയറ്റി സെറ്റ് ആക്കാൻ. വണ്ടി പൊളിയാക്കണം. അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ലൈക്കും സബും മസ്റ്റായിട്ട് ചെയ്യണം. ഷെയർ ഒക്കെ ചെയ്യണം ഗൈസ്. എന്നാ ശരി, അടുത്ത